ഗായ്സ് നമുക്കിന്ന് ഓണം ഷോപ്പിങ്ങിന് പോയാലോ. അപ്പോൾ ഞങ്ങൾ ഓണം ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് സൺഡേ ആയിരുന്നു. അങ്ങനെ അതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഈ വലിയൊരു പാർക്കിംഗ് ഏരിയ വരുന്നത് നമ്മളെ റെയിൽവേൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള സൈഡാണ്. അവിടെ ഒരുപാട് പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ പോയി നോക്കുക. നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് ടോപ്പ് മാളിലാണ്. ടോപ്പ് മാളിൽ പോയി ഞാൻ കുറച്ച് തിരഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കാണിക്കാൻ ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ ഇതായിരുന്നു ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ്. അങ്ങനെ ഞാൻ അവിടെ പാൻറ് ഇടാൻ വേണ്ടിയിട്ട് ഷൂ ഇടേണ്ടി വന്നു. അപ്പോൾ ഷൂ കിട്ടുന്നതാണ് കേസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏച്ചിക്ക് ഞങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽ വാങ്ങാണ്ടായിരുന്നു, ഏച്ചിക്ക് ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളെപ്പോഴും മെറ്റീരിയൽ വാങ്ങൽ ആയിഷു എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. പിന്നെ കേസ് നിങ്ങൾ കണ്ടോ, സൺഡേ ടൗണിൽ പോയി കഴിഞ്ഞാൽ എമ്മാതിരി തിരക്കാണ്, കാല് കുത്താൻ സ്പേസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ പിന്നെ ടൗണിൽ നിന്ന് ആറ്റം തൊട്ട് ഈ അറ്റം വരെ നടന്നുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം ഉച്ച ടൈമും പിന്നെ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിൻ്റെ ക്ഷീണമാണ് കേസ് നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ഞങ്ങൾ അലുവ വാങ്ങാൻ കയറി. അലുവ വാങ്ങാൻ കയറിയ സ്ഥലത്ത് കേസ് അവിടെ ഒരുപാട് അലുവ ഉണ്ട്. പിന്നെ കോഴിക്കോട് പോയി കഴിഞ്ഞാൽ അലുവ കഴിക്കാനുള്ളത് അത് മെയിനാണ്. പിന്നെ അവിടെ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് അലുവ സെലക്ട് ചെയ്യാൻ കഴിയും. അങ്ങനെ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി കുറച്ച് വേറെ വേറെ ടൈപ്പ് ഓഫ് അലുവയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്കിംഗ് ഏരിയയിൽ പോയി കാറൊക്കെ പാർക്ക് ചെയ്ത് തിരിച്ചെടുത്ത് പിന്നെ നമ്മൾ സാഗർ ഹോട്ടലിൽ പോയിട്ടുണ്ടായിരുന്നു. സാഗർ ഹോട്ടൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് സാഗർ ഹോട്ടലിൽ പോകുന്നത്. പിന്നെ നമ്മൾ ബിരിയാണിയും ചിക്കൻ 65 ഒക്കെ വാങ്ങി കഴിച്ചു. അവിടെ പോയി കഴിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ കേസ് എന്നാ തിരക്കാന്ന് അറിയാം. അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തരുമായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞാൽ ഗ്ലാസ് ഒന്ന് തുറന്നപ്പോൾ ഭയങ്കര കാറ്റാണ് കേസ്, മുടിയൊക്കെ പറന്നുപോയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഓണം വ്ളോഗിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ എന്തായാലും ഇടുന്നതായിരിക്കും. എല്ലാവരും പോയി കാണാം. അപ്പോൾ അത്രയ്ക്കും ബൈ.